السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ ഈ കർമ്മശാസ്ത്ര ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മൾ അലമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ റുക്കുനുകളെക്കുറിച്ച് പറയവേ അഞ്ചാമത്തെ റുക്കുനിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചു വച്ചത്. വറഫ്ഉ മിൻഹു വൽ ഇഅ്തിദാൽ, റുക്കൂഇൽ നിന്ന് തല ഉയർത്തലും, വൽ ഇഅ്തിദാൽ നേരെ നിവർന്ന് നിൽക്കലും. ഇനി ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വസ്സുജൂദു, സുജൂദും. ഗ്രന്ഥകാരൻ ആറാമതായി എണ്ണുന്നത് സുജൂദിനെയാണ്. സുജൂദുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാൻ കൽപ്പിക്കുമ്പോൾ റുക്ഊ ചെയ്യുവാനും സുജൂദ് ചെയ്യുവാനും പറഞ്ഞു. നമസ്കാരത്തിൽ റുക്ഊഇൻ്റെയും സുജൂദിൻ്റെയും സ്ഥാനവും പ്രാധാന്യവുമാണ് ഇത് അറിയിക്കുന്നത്. ലാ തത്തിമു സ്വലാത്തുൻ ലി അഹദിൻ മിനന്നാസ്, ജനങ്ങളിൽ ആരുടെയും നമസ്കാരം പൂർണ്ണമാവുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, ആ ഹദീസിൽ പറഞ്ഞിട്ട്, സുമ്മ യസ്ജുദ് ഹത്താ തത്മഇന്ന മഫാസിലു, പിന്നീട് അവൻ സുജൂദ് ചെയ്യണം അവൻ്റെ മഫാസിലുകൾ അടങ്ങിപ്പാർക്കുന്നത് വരെ, അവൻ്റെ ജോയിൻറ്റുകൾ, അവൻ്റെ അസ്ഥികൾ ഇതൊക്കെ അടങ്ങിപ്പാർക്കുന്നത് വരെ. ഇദാ അൻത സജദ്ത ഫഅംകൻത വജ്ഹക വയദൈക ഹത്താ യത്മഇന്ന കുല്ലു അദ്മിൻ മിൻക ഇലാ മൗദിഇഹി. ഒരു നിവേദനത്തിൽ, നീ സുജൂദ് ചെയ്താൽ, അങ്ങനെ നിൻ്റെ മുഖവും കൈകളും നീ അമർത്തി വെച്ചാൽ ഏതുവരെ? ഹത്താ യത്മഇന്ന കുല്ലു അദ്മിൻ മിൻക ഇലാ മൗദിഇഹി, നിൻ്റെ ഓരോ അസ്ഥികളും അതിൻ്റെ സ്ഥാനത്തേക്ക് അടങ്ങുന്നത് വരെ, ഒതുങ്ങുന്നത് വരെ. സുജൂദ് 7 അവയവങ്ങളിലാണ്. ഉമിർത്താൻ അസ്ജുദ അല സബഅത്തി അദ്മിൻ, 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ജബ്ഹത്തു, ജബ്ഹത്ത് നെറ്റിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅശാറ ബിയദിഹി അല അൻഫിഹി, മൂക്കിലേക്ക് വിരൽ ചൂണ്ടി എന്നാണ്. അപ്പോൾ മൂക്കും വെക്കണം, നെറ്റിയും വെക്കണം. ഒരു ഹദീസിൽ, ലാ സ്വലാത്ത ലിമൻ ലാ യുസീബു അൻഫുഹു മിനൽ അർദി മാ യുസീബുൽ ജബീൻ, നെറ്റി നിലത്ത് നിന്ന് ഏൽക്കുന്നത് മൂക്കും ഏൽക്കുന്നില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ നെറ്റി വെച്ചതുപോലെ മൂക്കും നിലത്ത് വെക്കുന്നില്ല എങ്കിൽ ലാ സ്വലാത്ത ലിമൻ, നമസ്കാരമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ നെറ്റി വെക്കും, മൂക്ക് വെക്കാതെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെറ്റി വെക്കുന്നത് പോലെ മൂക്കും വെക്കാനാണ് പറയുന്നത്. ചില റിപ്പോർട്ടുകളിൽ വജ്ഹുഹു വകഫാഹു വറുക്ബതാഹു വഖദമാഹു എന്നുണ്ട്. മുഖവും 2 കൈപ്പത്തികളും കാൽമുട്ടുകളും പിന്നെ കാൽപാദങ്ങളും. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ ഈ അവയവങ്ങൾ നിലത്ത് വെക്കുന്നത് വിശിഷ്യ നെറ്റിയോടൊപ്പം മൂക്ക്. പല ആളുകളും അതിൽ തികഞ്ഞ ഒരു അശ്രദ്ധയിലാണ്. മണ്ട കുത്തി സുജൂദ് എന്ന് കാണാൻ സാധിക്കും. കാന ഇദാ സജദ അംകന ജബ്ഹതഹു വഅൻഫഹു മിനൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്താൽ തൻ്റെ നെറ്റിയും തൻ്റെ മൂക്കും നിലത്ത് അമർത്തി വെക്കുമായിരുന്നു എന്നുള്ളതാണ്. ഫുഖഹാക്കൾക്കിടയിൽ ചിലർ പറഞ്ഞത്, നെറ്റിയും മൂക്കും ഒന്നിച്ച് വെച്ച് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവുകയില്ല എന്നുള്ളതാണ് ചില ഫുഖഹാക്കളുടെ ഭാഷ്യം. അതിന് ഞാൻ കേൾപ്പിച്ച ഹദീസ്, ലാ സലാത്ത ലിമൻ ലാ യമസ്സു അൻഫുഹുൽ അർദ മാ യമസ്സുൽ ജബീൻ എന്ന് പറയുന്ന റിപ്പോർട്ട് അതിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും സുജൂദ് നമസ്കാരത്തിൻ്റെ റുക്നാണ്. സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഅ്തമിദു അലാ കഫൈഹി, തൻ്റെ കഫിൽ മുൻകൈയിൽ അവലംബിക്കുമായിരുന്നു. അത് വയബ്സുതുഹ, മുൻകൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിവർത്തി വെക്കുമായിരുന്നു. വയദുമു അസാബിഅഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകളെ കൂട്ടിപ്പിടിക്കുമായിരുന്നു. വയുവജ്ജിഹ ഖിബ്ലക്ക് നേരെ വിരലുകൾ നീട്ടി വെക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള സുജൂദല്ല. പിന്നെ വക്കാന യജ്അലുഹുമ ഹദ്വ മൻകിബൈഹി, ചുമലുകൾക്ക് നേരെ 2 മുൻ കൈകളും വെക്കുമായിരുന്നു നിലത്ത്. ചില റിപ്പോർട്ടുകളിൽ ഹദ്വ ഉദുനൈഹി, 2 ചെവികൾക്ക് നേരെ നിലത്ത് കൈകൾ വെക്കുമായിരുന്നു. അതേപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കാൽമുട്ടുകൾ അത് നിലത്ത് അമർത്തി വെക്കുമായിരുന്നു. യുമക്കിനു റുക്ബതൈഹി വ അത്റാഫ ഖദമൈഹി, അതേപോലെ തന്നെ കാൽപാദങ്ങളുടെ വിരലറ്റങ്ങൾ അതും നിലത്ത് അമർത്തി വെക്കുമായിരുന്നു. ചില റിപ്പോർട്ടുകളിൽ ഈ കാൽമടമ്പുകൾ റസ് ചെയ്യുമായിരുന്നു. റസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടി പിടിക്കുമായിരുന്നു. അതേപോലെ വയൻസിബു രിജ്ലൈഹി, കാലുകൾ നാട്ടിക്കുത്തുമായിരുന്നു.
തുടങ്ങി പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുജൂദിൻ്റെ രൂപങ്ങൾ പല റിവായത്തുകളിലും വന്നിട്ടുണ്ട്. അതേപോലെ സുജൂദ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഈ മുഴങ്കൈകൾ അത് നിലത്ത് കിടത്തുമായിരുന്നില്ല. ലാ യഫ്തരിഷു ദിറാഇഹി എന്നാണ്, മുഴങ്കൈകൾ നിലത്ത് കിടത്തുമായിരുന്നില്ല, മുഴങ്കൈയിനെ ഉയർത്തുമായിരുന്നു. അതേപോലെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം, കാന യർഫഉഹുമാനിൽ അർദി, മണ്ണിൽ നിന്ന് നിലത്ത് നിന്ന് മുഴങ്കൈകൾ ഉയർത്തുമായിരുന്നു. വയുബാഇദുഹുമാ അൻ ജംബൈഹി, തൻ്റെ പാർശ്വത്തിൽ നിന്ന് അവ രണ്ടിനെയും അകറ്റുമായിരുന്നു, വിടർത്തുമായിരുന്നു. ഹത്താ യബ്ദു ബയാദ ഇബ്തൈഹി മിൻ വറാഇഹി, പിന്നിൽ നിന്ന് കക്ഷഭാഗത്തുള്ള വെള്ള കാണുന്നത് വരെ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ ഒരു വിഷയമാണ് സുജൂദിൽ കൈ കിടത്തരുത് എന്നുള്ളത്. വലാ യബ്സത അഹദുകും ദിറഅൈഹി ഇംബിസാത്തൽ കൽബി, നായ നിലത്ത് കൈവിരിച്ച് കിടക്കുന്നത് പോലെ നിലത്ത് ഈ മുഴങ്കൈ അമർത്തി കൊണ്ടുള്ള കിടത്തം അത് പാടുള്ളതല്ല. മുൻകൈ മാത്രമേ നിലത്ത് വെക്കാവൂ, മുഴങ്കൈ ഉയർന്നിരിക്കണം എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ ആല അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആല വ ബിഹംദിഹി, അല്ലെങ്കിൽ സുജൂദിൽ വന്ന മറ്റ് തസ്ബീഹിൻ്റെയും ദുആഇൻ്റെയും ലഫ്ദുകൾ അത് ഒരു തവണ പറയുന്ന സമയം ഒതുങ്ങി പാർക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹത്താ തഅതദില സാജിദൻ ഹത്താ തത്മഇന്ന സാജിദൻ, സുജൂദിൽ ഒതുങ്ങി പാർക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. സ്പീഡ് മോഷൻ ആകാൻ പാടുള്ളതല്ല. അതിൽ പിന്നെ അങ്ങനെ സുജൂദ് ചെയ്യുന്നവർ അസ്വ ഉന്നാസി സരിഖത്തൻ എന്നാണ്, ഏറ്റവും മോഷണം നടത്തുന്നവർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടത് സുജൂദിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട മസാലകളിൽപ്പെട്ടതാണ്. ഇനി നമുക്ക് ഗ്രന്ഥകാരൻ അടുത്ത റുക്കിന് പറഞ്ഞത് ഇവിടെ തുടർന്ന് വായിക്കാം. വൽ ജുലൂസു മിൻഹു, ഏഴാമത് എണ്ണുന്ന റുക്കിനാണ്. വൽ ജുലൂസു മിൻഹു, സുജൂദിൽ നിന്ന്, മിൻഹു എന്ന് പറഞ്ഞാൽ മിന സുജൂദ്, സുജൂദിൽ നിന്നുള്ള ഇരുത്തവും. അപ്പോൾ സുജൂദിൽ നിന്ന് ഇരിക്കുക എന്നുള്ളത് അടുത്ത റുക്കിനായിട്ടാണ് അദ്ദേഹം എണ്ണുന്നത്. ഹദീസിൽ കാണാം, സുമ്മ യഖൂലു അല്ലാഹു അക്ബർ, സുജൂദിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയും. വയർഫഉ റഅസഹു ഹത്താ യസ്തവിയ ഖാഇദൻ, എന്നിട്ട് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ പറയുകയും തൻ്റെ തല ഉയർത്തുകയും എത്ര വരെ? ഹത്താ യസ്തവിയ ഖാഇദൻ, ഇരുന്നു കൊണ്ട് നേരെ ആകുന്നത് വരെ. അപ്പോൾ പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമാണ് പറയുന്നത്. അതാണ് വൽ ജുലൂസു മിൻഹു, സുജൂദിൽ നിന്നുള്ള ഇരുത്തം എന്ന് പറയുന്നത്. ആ ഇരുത്തം ഹദീസുകളിൽ കാണാം. യഫ്രിഷു റിജ്ലഹുൽ യുസ്ര, ഇടതുകാല് കിടത്തുകയും, ഫയഖുദു അലൈഹ, അതിന്മേലിരിക്കുകയും ചെയ്യും. മുത്മഇന്നൻ, അടങ്ങിപ്പാർക്കുന്ന നിലയിൽ, കാരണം പെട്ടെന്ന് സുജൂദിക്ക് വീണ്ടും പോകുന്ന അവസ്ഥയല്ല, അടങ്ങിപ്പാർക്കുന്ന ഇരുത്തം എന്നുള്ളതാണ്. ഇദാ സജദ്ത ഫമക്കിൻ ലി സുജൂദിക് ഫഇദാ റഫഅത ഫഖഉദ് അലാ ഫഖിദികൽ യുസ്ര, നീ സുജൂദ് ചെയ്താൽ നല്ലവണ്ണം സുജൂദ് ചെയ്യുക. ഫഇദാ റഫഅത, സുജൂദിൽ തല ഉയർത്തിയാൽ, ഫഖഉദ്, നീ ഇരിക്കുക, അലാ ഫഖിദികൽ യുസ്ര, തൻ്റെ ഇടത്തെ കാൽത്തുടയിൽ ഇരിക്കുക എന്നുള്ളതാണ്. വകാന യൻസിബു റിജ്ലഹുൽ യുംന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വലത് കാൽ നാട്ടിക്കുത്തുമായിരുന്നു. വയസ്തഖ്ബിലു ബി അസാബിഅൽ ഖിബ്ല, നാട്ടിക്കുത്തുമ്പോൾ വലത് കാലിൻ്റെ വിരലുകളെ ഖിബ്ലക്ക് അഭിമുഖമാക്കുമായിരുന്നു. ഇതൊക്കെ പിന്നെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ വന്നിട്ടുള്ള പിന്നെ പ്രയോഗങ്ങളാണ് ഈ ഇരുത്തവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാല് കിടത്തി അതിന്മേൽ ഇരിക്കുക, വലത്തെ കാല് നാട്ടിക്കുത്തുക, അപ്പോൾ വിരലുകൾ ഖിബ്ലയുടെ ഭാഗത്താക്കിയിട്ട് പിന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഇരുത്തത്തിൽ അടങ്ങിപ്പാർക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിദായ ദിക്ർ റബ്ബി ഗഫിർലി റബ്ബി ഗഫിർലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. അതേപോലെ പിന്നെ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വആഫിനി വർസുഖ്നി. ചില റിപ്പോർട്ടുകളിൽ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വഹ്ദിനി വആഫിനി വർസുഖ്നി. 7 കാര്യങ്ങൾക്കുള്ള തേട്ടാണ്. ഒന്ന് മഗ്ഫിറത്ത്, മറ്റൊന്ന് മർഹമത്ത്, മറ്റൊന്ന് പിന്നെ വജ്ബുർനി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകൾ നികത്താൻ പരിഹരിക്കാനുള്ള തേട്ടം. അതേപോലെ വർഫഅനി, റിഫഅത്തിന് വേണ്ടിയുള്ള തേട്ടം. പിന്നെ വഹദിനി, ഹിദായത്തിന്, വആഫിനി, ആഫിയത്തിന്, വർസുഖ്നി, റിസ്ഖിന്. ഇങ്ങനെ ഈ ദുആ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ദുആ ചെയ്യുക. ഗ്രന്ഥകാരൻ അടുത്ത റുക്നായി എണ്ണുന്നത് വത്തുമഅനീനതു ഫീ കുല്ലി ദാലിക. തുമഅനീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും. ഫീ കുല്ലി ദാലിക പറഞ്ഞതിലെല്ലാം എന്ന് പറഞ്ഞാൽ റുക്കൂയിൽ
അതേപോലെ ഇഅ്തിദാലിൽ, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ, പിന്നെ ഉള്ള സുജൂദിൽ ഒക്കെയും തുമഇനീനത്ത്, അടങ്ങി പാർക്കുക എന്നുള്ളത്. ഹദീസിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ ഹത്ത തത്മഇന്ന റാക്കിയൻ, ഹത്ത തത്മഇന്ന ഖായിമൻ, ഹത്ത തത്മഇന്ന സാജിദൻ, ഹത്ത തത്മഇന്ന ഖായിദൻ, റുകൂഇൽ തുമഇനീനത്ത്, അതേപോലെ ഇഅ്തിദാലിൽ തുമഇനീനത്ത്, സുജൂദിൽ തുമഇനീനത്ത്, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ തുമഇനീനത്ത്, ഇതൊക്കെ ആവർത്തിച്ച് പ്രയോഗിച്ചത് കാണുവാൻ സാധിക്കും. തത്മഇന്ന എന്നും തഅ്തദില എന്നും ഒക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ തുമഇനീനത്തില്ലാതെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ലൗ മാത ഹാദ അലാ ഹാലിഹി ഹാദിഹി മാത അലാ ഗൈരി മില്ലത്തി മുഹമ്മദിൻ എന്നാണ്. റുകൂഉം സുജൂദുമൊക്കെ പിന്നെ പൂർത്തീകരിക്കാതെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അതിൽ പറഞ്ഞതാണ്, ഈ അവസ്ഥയിലാണ് മരിക്കുന്നത് എങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്തിലല്ലാതെ മരണപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പിന്നെ തുമഅ്നീനത്ത് അതതിൻ്റെ അവിഭാജ്യ ഘടകമാണ്, റുക്നാണ് എന്നുള്ളതാണ് പിന്നെ ഈ തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അടുത്ത റുക്ന് ഗ്രന്ഥകാരൻ പറയുന്നത് വത്തശഹൂദുൽ അഖീറു, തശഹൂദുൽ അഖീർ, അവസാനത്തെ തശഹൂദ്. അതേപോലെ വൽ ജുലൂസു ലഹു, 9ാമത്തേത് തശഹൂദുൽ അഖീർ, 10ാമത്തേത് വൽ ജുലൂസു ലഹു, ആ തശഹൂദുൽ അഖീറിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം. അപ്പോൾ അവസാനത്തെ റക്അത്തിലെ സുജൂദിൽ നിന്ന് തലയുയർത്തി ഇരിക്കുന്നതും പിന്നെ അതിൽ തശഹൂദ് നിർവഹിക്കുന്നതും 2 റുക്നുകൾ. അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. തശഹൂദ് അതുകൊണ്ടുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമസ്കാരത്തിലെ തശഹൂദ് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെട്ടത് അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തശഹൂദ ഫിസ്സലാഹ് വത്തശഹൂദ ഫിൽ ഹാജ ഫഅമ്മ തശഹൂദ ഫിസ്സലാഹ് അത്തഹിയ്യാതു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതാണ് തശഹൂദ്. ഈ തശഹൂദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം അത് റുക്നാണ്. ഈ തശഹൂദ് നിർവഹിക്കലും റുക്നാണ്. ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ബിനുൽ ഹസൻ 11ാമത്തെ റുക്നായിട്ട് എണ്ണുന്നത്, അദ്ദേഹം പറയുന്നത് വത്തസ്ലീമത്തുൽ ഊല, 1ാമത്തെ സലാം വീട്ടൽ. തസ്ലീം എന്ന് പറഞ്ഞാൽ സലാം വീട്ടൽ. അപ്പോൾ 1ാമത്തെ സലാം വീട്ടൽ അത് റുക്നാണ്. 2ാമത്തെ സലാം വീട്ടുന്നതിൻ്റെ ഹുക്കുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ 1ാമത്തേത് അത് റുക്നാണ്. കാരണം നമ്മൾ ഹദീസിൽ വായിച്ചു മിഫ്താഹു സ്വലാത്തി അത്തഹൂർ വതഹ്രീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം. സലാത്തിൻ്റെ നമസ്കാരത്തിൻ്റെ മിഫ്താഹ് തഹൂർ ശുദ്ധി വരുത്തലാണ്. വതഹ്രീമുഹ അത്തക്ബീർ നമസ്കാരത്തെ തഹ്രീം ചെയ്യുന്നത് തക്ബീറാണ്, തക്ബീറത്തുൽ ഇഹ്റാം. വതഹ്ലീലുഹ നമസ്കാരത്തെ തഹ്ലീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ പലതും പുറമെ നമുക്ക് അനുവദനീയമായതൊന്നും പാടില്ല. അത് പാടില്ലാതാക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. ഇനി അത് അനുവദിക്കുന്നത് സലാം വീട്ടലാണ്. അപ്പോൾ 1ാമത്തെ സലാം വീട്ടുന്നതോടുകൂടി നമ്മൾ നമസ്കാരത്തിൽ നിന്ന് അതിൻ്റെ റുക്ന് അത് പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വലതു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമായിരുന്നു. ഹത്ത യുറ ബയാദു ഖദ്ദിഹി അൽ ഐമൻ, തിരുനബിയുടെ വലത് കവിളിൻ്റെ വെള്ളഭാഗം കാണപ്പെടുമാറ് മുഖം തിരിക്കുമായിരുന്നു എന്നാണ്. അതേപോലെ ഇടത് ഭാഗത്തേക്കും പിന്നീട് സലാം വീട്ടും. ഇവിടെ നമ്മൾ റുക്കിനെ കുറിച്ചാണ് പറയുന്നത്. 1ാമത്തെ സലാം വീട്ടലാണ് റുക്കുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇമാം ഇബ്നുൽ മുൻദിർ ഈ ഒരു സലാം, 1ാമത്തെ സലാം ഒരാൾ വീട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മതിയാകും നമസ്കാരം വീടാൻ. എന്നാൽ ഒരാൾ ഒരു സലാം വീട്ടി നിർത്തുക എന്നുള്ളത് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതു ഭാഗത്തേക്കും സലാം വീട്ടിയിട്ടുണ്ട്, ഇടതു ഭാഗത്തേക്കും സലാം വീട്ടിയിട്ടുണ്ട്. യുസല്ലിമു അൻ യമീനിഹി, അതേപോലെ തന്നെ വഅൻ യസാരിഹി, ഇടതു ഭാഗത്തേക്കും സലാം വീട്ടിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹത്ത യുറ ബയാദു ഖദ്ദിഹിൽ ഐസർ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് കവിളിൻ്റെ വെളുപ്പ് ഭാഗം കാണപ്പെടുമാറ് എന്നാണ്. അപ്പോൾ സലാം 2 ഭാഗത്തേക്കും വീട്ടണം. പക്ഷേ ഒരാൾ റുക്ൻ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് മതിയാകും എന്നുള്ളതാണ് ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഇജ്മാഅ് ഉദ്ധരിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.
12ാമത്തെ റുക്കുൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണുന്നത് തർത്തീബാകുന്നു. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമപ്രകാരം നിർവഹിക്കൽ. നമസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ ക്രമപ്രകാരം നിർവഹിക്കൽ, ക്രമം തെറ്റിക്കാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഖിയാമാണ്. അതിൽ ഇസ്തിഫ്താഹിൻ്റെ പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച് പിന്നീട് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത്, പിന്നീട് റുക്കൂ, അതിനുശേഷം ഇഅ്തിദാൽ, പിന്നീട് സുജൂദ്, പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, പിന്നീട് വീണ്ടും സുജൂദ്, പിന്നെ രണ്ടാമത്തെ റക്അത്തിലേക്കുള്ള എഴുന്നേൽക്കൽ. ഇങ്ങനെ റുക്കുനുകളെ അതേപോലെ നമസ്കാരത്തിൻ്റെ കർമ്മങ്ങളെ ക്രമപ്രകാരം ക്രമം തെറ്റിക്കാതെ ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളത് അത് നമസ്കാരത്തിൻ്റെ റുക്കുനാണ്. വല്ലവരും ക്രമം തെറ്റിച്ചാൽ നമസ്കാരം അത് അസാധുവാകും. അതാണ് റുക്കുനുകളുടെ പ്രത്യേകത. വാജിബുകൾ ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കും. വാജിബും റുക്കുനും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? റുക്കുനുകൾ അത് നഷ്ടപ്പെട്ടാൽ നമസ്കാരം അസാധുവാകും. ആ റുക്കുനുകളെ കൊണ്ടെത്തിച്ചില്ല എങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തും ഓതി റുക്കൂ നിർവഹിക്കാതെ അവിടെ നിന്ന് തന്നെ ഇഅ്തിദാൽ ചെയ്തു എങ്കിൽ ആ വ്യക്തി റുക്കൂയിലേക്ക് മടങ്ങി റുക്കൂ ചെയ്ത് പിന്നെ വീണ്ടും ഇഅ്തിദാൽ ചെയ്ത് അങ്ങനെയാണ് എങ്കിൽ പിന്നെ അവസാന സഹ്വിൻ്റെ സുജൂദ് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നമസ്കാരം സാധുവാകും. ഒരാൾ റുക്കൂ മറന്നുപോയി ഇഅ്തിദാൽ ചെയ്ത് സുജൂദ് ചെയ്ത് പിന്നെ അടുത്ത റക്അത്തിലാണ് ഓർമ്മ വന്നത് എങ്കിൽ ആ റുക്കൂ മറന്നുപോയ റക്അത്തിനെ ഒഴിവാക്കണം. എന്നിട്ട് മറ്റൊരു റക്അത്ത് കൊണ്ടുവന്ന് പിന്നെ സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ടാണ് ഓർമ്മ വന്ന് റുക്കൂ ചെയ്തില്ല എന്ന് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ നമസ്കാരം മടക്കി നമസ്കരിക്കണം. കാരണം റുക്കുന് നഷ്ടപ്പെട്ടാൽ കർമ്മം അസാധുവാകും. എന്നാൽ വാജിബിൻ്റേത് അങ്ങനെയല്ല. വാജിബ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ സഹ്വിൻ്റെ സുജൂദ് അതിന് പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ തർത്തീബിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ക്രമം തെറ്റിക്കുക എന്നുള്ളത് അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽ ഈ തർത്തീബിനെ പ്രത്യേകം എണ്ണുന്നത്. ഗ്രന്ഥകാരൻ ഇവിടെ 12 റുക്കുനുകളെയാണ് പറഞ്ഞത്. ചിലർ അത് 14 എണ്ണും. ആ വിഷയം ഗവേഷണാത്മകമാണ്. ഇവിടെ തന്നെ ഗ്രന്ഥകാരൻ ഇപ്പോൾ റുക്കൂവിനെ എണ്ണി റുക്കൂവിൽ നിന്ന് തല ഉയർത്തൽ മറ്റൊരു റുക്കുനും പിന്നെ തല ഉയർത്തി നിവർന്ന് നിൽക്കൽ അത് മറ്റൊരു റുക്കുനുമായിട്ടാണ് എണ്ണിയത്. അല്ല, രണ്ടിനെയും ഒരു റുക്കിനായിട്ടാണ് എണ്ണിയത്. ചിലർ അതേപോലെ സുജൂദിൽ നിന്ന് തല ഉയർത്തലും പിന്നെ ഇരിക്കലും വേറെ വേറെ റുക്കിനായിട്ട് എണ്ണും. അപ്പം അത് പിന്നെ യഥാർത്ഥത്തിൽ ഈ റുക്കുനുകൾ 12 എന്ന് പറഞ്ഞാലും 14 എന്ന് പറഞ്ഞാലും അതിൽ എണ്ണം കുറയുന്ന ഒരു വിഷയമല്ല. പിന്നെ അത് വ്യത്യസ്ത ഒരു പരിഗണനയിൽ എണ്ണുന്നു എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നമ്മൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകൾ ഫുറൂഉൽ ഫിഖ്ഹിൽ ഉദ്ധരിക്കപ്പെട്ടതാണ് ഇവിടെ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഏതാനും മസാലകളും വിഷയങ്ങളുമൊക്കെ ഇവിടെ ഉണർത്തിയത്. നമസ്കാരത്തിൽ ഈ പറയപ്പെട്ട റുക്കുനുകൾ അത് ശ്രദ്ധാപൂർവം പ്രയോഗവൽക്കരിക്കേണ്ടതാണ്. അതിൽ വീഴ്ച വരുത്തുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കണം. ആ ഹദീസുൽ മുസീ ലി സലാത്തിഹി എന്നാണ്. നമസ്കാരം അതിനോട് മോശമായി വർത്തിച്ച ഒരു വ്യക്തിയുടെ പേരിലുള്ള ഹദീസാണ്. എന്താ വിഷയം? ഒരു വ്യക്തി വന്ന് പള്ളിയിൽ കയറി നമസ്കരിച്ചു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് നീ നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും നിസ്കരിപ്പിച്ചു എന്നുള്ളതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ പ്രവേശിച്ചു. ഫദഖല റജുലുൻ ഫസല്ല, അപ്പോൾ ഒരു വ്യക്തി മസ്ജിദിൽ പ്രവേശിച്ചിട്ട് നമസ്കരിച്ചു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അദ്ദേഹം സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന അദ്ദേഹം സലാം പറഞ്ഞു നിസ്കരിച്ചതിന് ശേഷം. ഫറദ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മടക്കിയിട്ട് വഖാൽ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ മടങ്ങി ചെന്ന് നമസ്കരിക്കുക, കാരണം നീ നമസ്കരിച്ചിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത് സലാം മടക്കിയതിന് ശേഷം ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, അങ്ങനെ ആ വ്യക്തി മടങ്ങി ചെന്ന് നമസ്കരിച്ചു, ആദ്യം നമസ്കരിച്ചതുപോലെ. എന്നിട്ട് വീണ്ടും തിരുസവിധത്തിൽ വന്നിട്ട് സലാം മോദി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅലൈക സലാം സലാം മടക്കി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. ചില റിപ്പോർട്ടുകളിൽ സലാസൻ 3 തവണ അത് ആവർത്തിച്ചു എന്നാണ്. 3 തവണ അയാൾ നമസ്കരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമസ്കാരമായി വിധിച്ചില്ല. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി, അള്ളാഹുവാണ് സത്യം, എനിക്ക് ഇതിനേക്കാൾ നന്നായി ഇതിനപ്പുറം കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ അജ്ഞനാണ്. ഫഅല്ലിംനി,
താങ്കൾ എന്നെ പഠിപ്പിച്ചാലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാ ഫകബ്ബിർ, നമസ്കാരം ഉദ്ദേശിച്ച് നിന്നാൽ നീ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കണം. സുമ്മ ഖറ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ, പിന്നെ നിനക്ക് പ്രാപ്യമായ ഖുർആൻ തരപ്പെട്ടത് നീ പാരായണം ചെയ്യണം. അവിടെ ആ വ്യക്തിയോടുള്ള ഖിതാബാണത്. കാരണം അയാൾക്ക് ഒട്ടും അറിയാത്ത ആളാണ്. അതുകൊണ്ടാണ് അയാൾക്ക് എന്താണോ തരപ്പെട്ടത് എളുപ്പമായത് അത് ഓതാൻ പറഞ്ഞത്. അതില്ല എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ റുക്നാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതൽ നമ്മൾ പറഞ്ഞു നമസ്കാരത്തിൻ്റെ റുക്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഈ ഒരു പ്രയോഗം അദ്ദേഹത്തോട് നടത്തിയത്. പിന്നെ പറഞ്ഞു സുമ്മർക്ക, പിന്നെ നീ റുക്കൂ ചെയ്യണം. ഹത്താ തത്മഇന്ന റാക്കിഅൻ, നീ റുക്കൂ ചെയ്യുന്നവനായി അടങ്ങി പാർക്കുവോളം റുക്കൂ ചെയ്യണം. സുമ്മർഫ ഹത്താ തഅ്തദില ഖായിമൻ, പിന്നെ നീ റുക്കൂയിൽ നിന്ന് തല ഉയർത്തണം, നീ നിൽക്കുന്നവനായി നേരെ നിവർന്ന് നിൽക്കുന്ന അതുവരെ. സുമ്മസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദൻ, പിന്നീട് നീ സുജൂദ് ചെയ്യണം, സുജൂദ് ചെയ്യുന്നവനായി നീ അടങ്ങി പാർക്കുന്നത് വരെ, ഒതുങ്ങുന്നത് വരെ. സുമ്മർഫ ഹത്താ തത്മഇന്ന ജാലിസൻ, പിന്നെ റുക്കൂയിൽ നിന്ന് നീ തല ഉയർത്തണം, നീ ഇരിക്കുന്നവനായി അടങ്ങി പാർക്കുന്നത് വരെ. വഫ്അൽ ദാലിക ഫീ സ്വലാത്തിക കുല്ലിഹ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്രകാരം നീ നിൻ്റെ നമസ്കാരത്തിൽ എല്ലാത്തിലും നിർവഹിക്കുകയും വേണം എന്ന്. അടങ്ങി പാർത്ത് ഒതുങ്ങിയുള്ള നിസ്കാരം വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ നമസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായ റുക്നുകൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എണ്ണുകയാണ്. അത് ഒരാൾ പുലർത്തിയിട്ടില്ല എങ്കിൽ, പാലിച്ചില്ല എങ്കിൽ, നമസ്കരിച്ചില്ല എന്നതാണ്. ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നമസ്കരിച്ചില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണ് പണ്ഡിതന്മാർ ഈ റുക്നുകളെ പ്രത്യേകം എണ്ണി അത് നമ്മളെ സലക്ഷ്യം പഠിപ്പിക്കുന്നതിലുള്ള പൊരുൾ, യുക്തി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇവിടെ ഫുറൂഉൽ ഫിഖ് നമസ്കാരത്തിൻ്റെ വാജിബുകളാണ്. ആ വാജിബുകളെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അവൻ്റെ ഈ ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ നമ്മൾ പെട്ടെന്ന് റുക്നുകളെ എണ്ണി. ഇനി ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ വാജിബുകൾ, അടുത്ത ക്ലാസ്സിൽ വാജിബുകളും എണ്ണും. പല മസാലകളും ഇവിടെ ഈ റുക്നുകളിലൊക്കെ അനുബന്ധമായിട്ട് നമുക്കുണ്ട്. ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിന് പ്രതികരിക്കാനുള്ള നമ്മുടെ ക്ലാസ്സിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ആളുകൾ ചോദ്യങ്ങൾ ആ വിഷയങ്ങളിൽ പിന്നെ തിട്ടം വരുത്തേണ്ട ചോദ്യങ്ങളുണ്ട് എങ്കിൽ ചോദ്യങ്ങൾ പിന്നെ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ അപ്പോൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.